എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു 3-4 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ലെവൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊരു വീഡിയോ ആക്കി ഇടാൻ സാധിച്ചിരുന്നില്ല. ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്തിട്ടില്ല, കുറച്ച് തിരക്കുകളായി, അതങ്ങനെ മുടങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ലെവൽസ് ഉണ്ടായിരുന്നത്. മുൻപ് എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു പോയിന്റുകളിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പോയിന്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 450 ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ 450 ലെവലും അതുപോലെ തന്നെ 23,350 ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് ഇപ്പോൾ കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സെൻസെക്സ് എടുത്താലും കൃത്യമായിട്ട് തന്നെയാണ് ലെവൽസ് എല്ലാം വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത്, പെർഫോം ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതും കൃത്യമായിട്ടും നമുക്ക് നല്ല നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഓരോ പോയിന്റിൽ നിന്നും എടുക്കാൻ പാകത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ കോൾ ഓപ്ഷൻ ഉൾപ്പെടെ എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. ഈ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഹൈയും ഈ ലെവലിലെല്ലാം ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിഫ്റ്റിയിലെ ഈ ഒരു ട്രേഡ് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയപ്പോൾ ഇതൊരു സപ്പോർട്ട് ലെവലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാമായിരുന്നു. ഈ ഹൈയും അതുപോലെ തന്നെ ഈ ഹൈ ഒക്കെ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഗ്രൂപ്പ്സിലും ഈ ഒരു ലെവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 23,450 ഡേയ്സായി ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 23,450 ടച്ച് ചെയ്തേക്കാം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ലെവൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലോ അല്ലെങ്കിൽ അതിന് മുൻപത്തെ വീഡിയോയിലോ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ലെവൽസ് ഒന്നും നമുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ എന്നുള്ളത് നോക്കാം. നാളത്തെ ലെവൽസ് എങ്ങനെ, നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. നിഫ്റ്റിയിൽ നാളത്തേക്കുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്. അപ്പം നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, നാളെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആകുമ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവുന്നത് എവിടെ ആവട്ടെ, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തോ ആവട്ടെ, ആ ഒരു ഓപ്പണിംഗ് വന്നതിന് ശേഷം ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ. അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓപ്പണിംഗ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മുകളിലോട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു, എന്നിട്ട് മുകളിൽ ക്ലോസ് ആയെങ്കിൽ പിന്നീട് വരുന്ന ഡിസ്കൗണ്ടിൽ ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പൊ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അതുവരെ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരിക. പിന്നെ 23,585 ടാർഗറ്റ് ആയിട്ട് വരും. അങ്ങനെ 23,585 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്താൽ പിന്നീട് 23,612, 649, 658 എന്നീ ലെവലുകളിലേക്ക് നമുക്ക് പ്രൈസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി ഓപ്പണിംഗ് വന്നിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ താഴോട്ട് ട്രേഡ് എടുക്കും. ട്രേഡ് എടുക്കുന്നത് ഡിസ്കൗണ്ടിൽ നിന്നായിരിക്കും. എന്നിട്ട് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ, അത് ആദ്യത്തെ ടാർഗറ്റ് ആയി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ലോയിനെയും ബ്രേക്ക് ചെയ്ത് പിന്നെയും താഴോട്ട് വരികയാണെങ്കിൽ ഈ ലെവൽസ് എല്ലാം ടാർഗറ്റിലായിട്ട് വരും. അപ്പോൾ ആദ്യം വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത് 23,395, 23,362 നല്ലൊരു ലെവലായിട്ട് ആക്ട് ചെയ്യും. 23,308 നല്ലൊരു ലെവലായിട്ട് ആക്ട് ചെയ്യും. 23,308 ബ്രേക്ക് ചെയ്ത് 23,273 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു 10-70 പോയിന്റ് താഴോട്ട്, അതായത് 23,207 പ്രതീക്ഷിക്കാം. അതും ബ്രേക്കായി ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 23,097 പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലെവലായിട്ട് 23,137 ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നാളത്തെ നിഫ്റ്റിയിലെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി സെൻസെക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം.
സെൻസെക്സും ഇപ്പോൾ പ്ലാൻ പറയുകയാണെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ അതെന്തോ ആവട്ടെ, അതെനിക്കറിയില്ല എവിടെ ഓപ്പൺ ആവാന്ന്. ഓപ്പണിംഗ് വന്നതിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയി ക്ലോസ് ആവട്ടെ, പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ഞാൻ ആ ഡയറക്ഷനിലോട്ടായിരിക്കും ട്രേഡ് എടുക്കുക. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ അല്ലെങ്കിൽ ഹൈ ടാർഗറ്റ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ വന്നു, പിന്നീട് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽസ് ഒരു 1-2 വന്നതിന് ശേഷം പിന്നീട് അതൊരു ഡിക്ലൈൻ, ഒരു ഡിസ്കൗണ്ട് ഒന്ന് താഴോട്ട് വരും. വന്നിട്ട് താഴേന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ ആയിട്ട് ഫോം ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ട് അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആക്കി വയ്ക്കാം. എന്നിട്ട് മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആണ്. പിന്നീട് 77,233 ടാർഗറ്റ് ആയിട്ട് വരും. അതിന് മുകളിലും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ കയറി കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 77,437, 489, 629 എന്നീ ലെവലുകളിലേക്ക് നമുക്ക് പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ താഴോട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ ഞാൻ താഴോട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ താഴോട്ട് ഈ ലെവലുകളൊക്കെ ആയിരിക്കും ടാർഗറ്റ്. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ടിൽ എൻട്രി എടുക്കുമ്പോൾ റിജക്ഷന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, അല്ലെങ്കിൽ ഡേ സൈസ് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെയും 76,718 ഇല്ലെങ്കിൽ 76,659 ഒക്കെ നല്ല സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. പിന്നീട് 76,544 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് പിന്നീട് 76,435 വരും. ഈ ഒരു 435 ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നീട് ട്രെൻഡ് കുറച്ച് സമയത്തേക്കെങ്കിലും ഡൗൺ ട്രെൻഡിലേക്ക് മാറിയേക്കാം. ഇപ്പൊ അപ് ട്രെൻഡിലാണുള്ളത്, ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാറിയേക്കാം. ഓക്കെ, ഇനി ഞാൻ മുകളിലോട്ട് ഇപ്പൊ നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും മുകളിലോട്ട് ഞാൻ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ മുകളിലോട്ട് ഞാൻ ട്രേഡ് എടുക്കും. മുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തെ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ്. അത്ര നേരം ഉണ്ടായിട്ടുള്ള ആ മൂവ്മെന്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. അപ്പോൾ ആ ഹൈനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ വരെ ഇതിങ്ങനെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് പോയിന്റിൽ നിന്നാണോ നമ്മുടെ ഏത് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത്, ഒരു 5 മിനിറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിന്റെയോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത്, അവിടെ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാൻ പറ്റും. പിന്നീട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്ഷൻ ആയിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, താഴോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്ത് അതിന്റെ മുകളിൽ തന്നെ ആ ഒരു റിജക്ഷന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. അതുപോലെ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ താഴേന്ന് ഏത് ലെവലിൽ നിന്നാണോ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ തന്നെ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത് തന്നെ നിഫ്റ്റിയിലും രണ്ടിലും ഇങ്ങനെ പറഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇൻഡെക്സിൽ മാത്രം പറഞ്ഞത്. നമ്മൾ ഡെയിലി പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെയായിരിക്കും ലെവൽസ് ആയിട്ട് വരിക. സെൻസെക്സ് താഴോട്ടാണെങ്കിൽ ഇങ്ങനെയും അതുപോലെ മുകളിലോട്ടാണെങ്കിൽ ഇങ്ങനെയുമാണ് ലെവലുകൾ വരിക. അതുപോലെ നിഫ്റ്റിയിൽ താഴോട്ടാണെങ്കിൽ ഇങ്ങനെയും, അതല്ല മുകളിലോട്ടാണെങ്കിൽ ഇങ്ങനെയുമായിരിക്കും ലെവലുകൾ ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്നത്, ഈ ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മന്ത്ലി ഒരു ബാച്ച് ഞാൻ എടുക്കുന്നുണ്ട്. മാക്സിമം 10 പേരിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.